ഇതിൽ പ്രത്യേകത ഒന്നുമില്ല, സാധാരണ അച്ചാർ പോലെ തന്നെ. കോന്ന് പറയും, കോയാന്ന് പറയും. വായിൽ വെള്ളം വരും കേട്ടാ അത് കാണുന്നവരുടെ. ചേട്ടാ ഉറങ്ങാൻ പോവാണോ? ഞാൻ പാലുറങ്ങുന്നുണ്ട്. പറയാ ചാർലി നമുക്ക് ഉഴിഞ്ഞിടാന്ന് മുളക്. അതല്ല അത് കറക്റ്റ് അവിടെ. എന്റെ ദൈവമേ പേടി എവിടാ നല്ല ചേട്ടൻ കുളിക്കുന്നത് കാണിക്കൂ. ചേട്ടനായ കാരണം കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോ. അപ്പൊ എനിക്ക് തയ്ച്ചിട്ട് ഇട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചു സിനീനെ. പൊൻകീനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തു നിന്നു. പൊൻകീനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തു നിന്നു. എൻ മനസ്സിൻ മലനിരകൾ പൊന്നശോക മലരണിഞ്ഞു. ആകാശത്താമര പോൽ എൻ മടിയിൽ വന്നു വീണു. ആത്മസഖിനി പ്രാണസഖിനി എന്നുമെന്നും ഒന്നു ചേരാൻ ഹൃദയം തപസ്സിരുന്നു. എന്നുമെന്നും ഒന്നു ചേരാൻ ഹൃദയം തപസ്സിരുന്നു. ഏകാന്ത സന്ധ്യകളിൽ നിന്നെയോർത്തു ഞാൻ കരഞ്ഞു. കാണാൻ കൊതിച്ച നേരം കവിത പോലൻ മുന്നിൽ വന്നു. ആത്മസഖിനി പ്രാണസഖിനി ഏഴിലം പാലപൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ. വേളിമലയിൽ ഏലേലം പാടി വരും കുയിലിണകൾ കുരവയിട്ടു വെള്ളിമലയിൽ. വേളിമലയിൽ ഇപ്പൊ ഞങ്ങൾ രാവിലത്തെ കഞ്ഞികൂടിയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുടില്. പക്ഷേ ഇന്ന് ചൂടുണ്ടെങ്കിലും ഒരു നല്ല കാലാവസ്ഥയാ, കാറ്റുണ്ട്, നല്ല ഇളം കാറ്റ് വരുന്നുണ്ട്. കുറച്ച് നേരത്തെ ഇത്തിരി കൂടി നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു. ഇപ്പൊ കാറ്റ് കുറഞ്ഞു. കുറച്ചുകൂടി നേരത്തെ നല്ല സുഖമായിരുന്നു ഇരിക്കും. പിന്നെ എന്തൊരു ചെയ്യാൻ പോണേ? ചേട്ടാ ഉറങ്ങാൻ പോവാണോ? ഞാൻ പാലുറങ്ങുന്നുണ്ട്. പകല് ഉറങ്ങും തോന്നുന്നുണ്ടോന്നാ? അല്ല പകല് ഉറങ്ങാറുണ്ടാ? ഉണ്ട്. ഇന്നലെ 5 മണി 5:30 വരെ കിടന്ന് ഉറങ്ങിയത് ചേട്ടൻ. എന്താ ഇല്ലെങ്കിലെന്ന് പറയും? ഉറങ്ങി. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാനാ ഈ മീൻ കുളത്തിന്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു ദൂരാളെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ പണികൾ ഇങ്ങോട്ടേക്ക് ചെയ്ത് തുടങ്ങിക്കോ. വെയിലായി തുടങ്ങിന്ന് മാത്രം ചെറുതായിട്ട്. ലഘുവിന് പരീക്ഷ ഉച്ചയ്ക്ക്. അപ്പൊ എന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സംഭവമുള്ള പണികളൊന്നും അല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്തായ പണിയാണ് കേട്ടത്. നമ്മുടെ മീൻ കുളത്തിന്റെ ഇവിടേക്ക് ബോഗൻവില്ലത് ഇങ്ങനെ മുകളിലേക്ക് പടർത്താനായിട്ട് ഉദ്ദേശിച്ചിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇപ്പുറത്തുള്ളതും വെച്ചിട്ടുണ്ട്. കണ്ടാ ഇതൊക്കെ പൂ ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ കണ്ട പീച്ചിങ്ങ പടർന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വൃത്തിയാക്കി കളയണം. പിന്നെ വാഴയുടെ തലയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കണം. നല്ല ഭംഗിയിൽ കിടക്കലോ. അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് ഇപ്പൊ ഭയങ്കര പരിചയമായിട്ട് കമ്പനിയായി മീനുകള്. അപ്പൊ ഞാൻ കോണിയെടുക്കട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ ചാർലിക്ക് നോക്കിയേ എന്തോ ആള് എവിടെ നിന്ന് എന്തോ കഴിച്ചിട്ടുണ്ട്. എന്തുട്ടെന്നറിയില്ല, ആൾക്കൊരു ഉഷാറ് കുറവ്. അപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കൽ വളരെ വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവ്. ഭക്ഷണം കഴിക്കില്ലേ? അപ്പൊ ഇന്ന് കാലത്ത് പാലും ആ ബിസ്ക്കറ്റൊക്കെ കൊടുത്തത് ലോറേ വന്ന് തിന്നെ കഴിക്കില്ലേ? അത് ചാർലി ക്ഷീണായി.
ഞാൻ വിചാരിച്ചു ചാർലിന്ന് ഒഴിഞ്ഞിടായിരുന്നു അല്ലേ? ചാർലി നല്ല നല്ല എനർജി ആയിരുന്നു ആൾക്ക് പെട്ടെന്ന് ആള്. പറയാ ചാർലിനെ നമുക്ക് ഒഴിഞ്ഞിടാൻ ഉപ്പുമുളക്. അപ്പം ഞാനേ ചെയ്യുന്ന സാഹസികത അതിന് മുകളിൽ കയറിയിട്ട് ഇങ്ങോട്ട് അടിയിലേക്ക് വീഴാവോ, എനിക്കത് പേടി വെടുപ്പാക്കാനേ. അതന്നാ അവരെ കൊണ്ട് ചീപ്പിക്കാൻ പറഞ്ഞല്ലേ ഞാൻ ചേട്ടനോട്. എന്നാലും ഞാൻ കയറും. നോക്ക്, ഇതിന്റെ ഈ പട്ട പോണില്ലേ അതുമേ കൂടെ ചവിട്ടി പൊക്കോളൂട്ടാ, നെറ്റുമ്പോ ചവിട്ടാണ്ട്. നോക്കിയോട്ടെ, ഞാൻ കയറിയോട്ടെ. പട്ടയുള്ള ഭാഗത്തല്ലാട്ടാ ചേട്ടൻ വെച്ചിട്ടുള്ളത്. പട്ട എവിടെയൊന്നും എനിക്കറിയില്ലേ. പട്ട ഇങ്ങനെ തട്ടി അതന്നെ അതന്നെ അത് കറക്റ്റ് അവിടെ. എൻ്റെ ദൈവമേ പേടിയാ. ചെരുപ്പ് ഊരി ഇടാൻ തോന്നുന്നു ചേട്ടാ. അയ്യോ മാറി പീച്ചിങ്ങര വള്ളിയിലാണ്ടാ ഇതിലെ പീച്ചിങ്ങര. ദൈവമേ ചെരുപ്പൂരി എന്നാ സരിതാ പറഞ്ഞ പോലെ പേടിയാണ് സാധന. എടാ പീച്ചിങ്ങ ഒരം കിട്ടി, മേല് തയ്ക്കണ സാധനം. ഇതിൻ്റെ ഉള്ളിലാണ് പീച്ചിങ്ങ. അതായത് നമ്മൾ പണ്ട് കാലത്തെ പ്രകൃതിദത്തമായ ചകിരി, ജൈവ ചകിരി. ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചതിൽ ഏറ്റവും നല്ല മേത്ത് തയ്ക്കുന്ന സാധനം ഇതാണ്. എന്നാ സരി പിടിച്ചു കൊടുത്ത ബാക്കിയുള്ളത്. ചേട്ടാ അങ്ങനെ വലിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി അപ്പുറത്തെ വീട്ടിലോ അപ്പുറത്ത് മതിലും വന്ന് വലിക്കോ വലിക്കാനല്ലേ? ഞാൻ ഇവിടുന്ന് ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴും. അങ്ങോട്ട് ഇറങ്ങിക്കോ. കാണുന്ന പോലെ ഇല്ല, ഭയങ്കര ഉയരണ്ട്. ഒരെണ്ണത്തിന്റെ ഉള്ളിൽ തന്നെ എന്തോരം കുരു അല്ലേ? ആ കുരുക്ക് ഇവിടെ വീഴൂട്ടാ. വീണ് കഴിഞ്ഞാൽ എല്ലാതും മുളക്കില്ല. മുളക്കില്ലാന്നാ ഇവിടെ ഇന്നും നനയ്ക്കണതാ പുലിന്ന്. അത് അവിടെ നിന്നിട്ടാക്കിയോ. കേട്ടോ ഇതാണ് ആ ചകിരി. ഇത് ചള്ള് മൂക്കാത്ത ടൈമിലാകുമ്പോൾ ആളുകൾ കൂട്ടാൻ വെക്കും. പീച്ചിങ്ങ പിന്നെ അപ്പം ഈ ചകിരിൻ്റെ അവര് മാത്രം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വയ്ക്കാറില്ലേ, വേറെ ഈ തെക്ക് വശത്തുള്ളവരൊക്കെ വയ്ക്കാറുണ്ട്. നമ്മുടെ തൃശ്ശൂർക്കാരൊന്നും വയ്ക്കുന്നത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. പീച്ചിങ്ങ നല്ല ഉരം കിട്ടും. കുളിക്കുന്നത് കാണിക്കൂ ചേട്ടനായ കാരണം കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോ. എന്തായാലും ഒരെണ്ണം ചകിരി. ഇനി ഞാൻ അപ്പുറത്തുനിന്ന് വരയ്ക്കാൻ പോവാം. വരയ്ക്കാനത് അല്ലെങ്കിൽ ഇത് പറഞ്ഞ ഞാൻ അങ്ങോട്ട് ഇടിഞ്ഞു പൊളിച്ച് വീഴും. ഇവിടെ മതിലുണ്ട് കണ്ട. ഞാൻ അതേ വേറെ പീച്ചിങ്ങൾ വരണ്ട. പീച്ചിങ്ങൾ ഒരു മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് വന്നേ. ചേട്ടനല്ലാട്ടാ, ചേട്ടാ അവിടെ ചെയ്തോ. ഈ ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാനാ. ഇവിടെ വെയിലാണ്, നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. ഇവിടെ ഇരുന്നിട്ട് പറയാം. ഇത് നമ്മുടെ സഞ്ജുവിൻ്റെ എൻഗേജ്മെൻ്റ് ഇല്ലേ, ചെറിയേട്ടൻ്റെ മോൻ സഞ്ജുവിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ കൊടുത്ത സാരി ആയിരുന്നത്. അപ്പം അന്ന് എനിക്ക് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ബ്ലൗസ് വർക്കിനെ ഒന്ന് കാണിക്കുമോ, ഇത് എവിടെ ചെയ്തേന്നൊക്കെ ചോദിച്ചിട്ട്. സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ ബ്ലൗസുമ്മ ചെയ്തേക്കണം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടാ വർക്ക് ചെയ്തേക്കണത് ഇങ്ങനെ ബാക്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ കൈമലും. അപ്പോൾ ഞാൻ ചുരിദാർ ഇടാനാട്ട വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് മുന്നേ പറയുകയാണെങ്കിൽ ഈ ഒരു ചുരിദാർ കണ്ടിട്ടുണ്ടാവും. ഇത് കുറേ നാൾ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേമേട്ടൻ്റെ നാടകം നടക്കുന്നുണ്ടായിരുന്നു. പ്രേമേട്ടൻ്റെ അലൂമിനി സെൻറ്റ് ലോഷ്യസ് കോളേജിൽ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ ഈ ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് തയ്ച്ച് തന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ ചുരിദാർ തയ്ച്ചാലും എനിക്ക് പാകത്തിന് കറക്റ്റായിട്ട് കിട്ടാറില്ലേ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ റെഡിമെയ്ഡ് കുർത്തകൾ എടുത്തിട്ട് ഷേപ്പാക്കുക അങ്ങനെ ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ എവിടെ ചുരിദാർ തയ്ച്ചാലും ശരിയാവില്ല. മെറ്റീരിയൽ എടുത്തിട്ട് ആ മെറ്റീരിയൽ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ആവും, നല്ല മെറ്റീരിയൽ ഇത്തിരി വില കൂടിയത് എടുത്തിട്ട് നമ്മൾ തയ്ക്കാൻ കൊടുക്കുക. അപ്പോൾ അത് കോളായിട്ട് തയ്ച്ച് കിട്ടും. അപ്പോൾ മുന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് തയ്ക്കാറെന്ന് പറയും, പണ്ട് ബോംബെയിൽ. അത് ആൻറ്റി ബോംബെയിലുണ്ടല്ലോ. അപ്പോൾ ആൻറ്റി ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ നാട്ടിൽ വരും. അപ്പോൾ കുറേ എണ്ണം ഒരുമിച്ച് മെറ്റീരിയൽ എടുത്തിട്ട് ആൻറ്റിയിൽ കൊടുത്തയക്കും. പിന്നെ ആൻറ്റി അവിടെ നിന്ന് വരുമ്പോൾ തയ്ച്ചിട്ട് വരും. അപ്പോൾ കറക്റ്റായിട്ട് തയ്ച്ച് കിട്ടും. നല്ല സ്റ്റിച്ചിങ്ങാണ് ബോംബെയിലത്തെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് പിന്നെ എവിടെ വെച്ചാലും ശരിയാവാറില്ല. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കണ്ണംകുളങ്ങര എൻ്റെ വീടിൻ്റെ നേരിട്ട ഫ്ലാറ്റ് ഉണ്ട്, സിഡ്ബിൻ്റെ ഫ്ലാറ്റ്. അവിടെയാണ് ആ കുട്ടിയുടെ വീട്. സിനി എന്നാണ് പേര്. അവർ തയ്ക്കണ സ്ഥലം എവിടെയാണെന്ന് അറിയാം, തൃശ്ശൂർ പാലസ് റോഡില്ലേ അവിടെ. ആഭ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ തയ്ക്കണ ആ ഇതിൻ്റെ പേര്, ഒരു ബോട്ടിക്ക് പോലെ. അപ്പോൾ അവിടെ ഞാൻ ആദ്യമായിട്ട് നിന്നിട്ട് ഈ ഒരെണ്ണം അവരുടെ അവിടെ നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ചതാണ്. അപ്പോൾ എനിക്ക് തയ്ച്ചിട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചു, സിനീനെ.
അത്രയും സന്തോഷം കൊണ്ട്. കാരണം അങ്ങനെ കറക്റ്റായിട്ട് തയ്ച്ചിട്ട് കുറേ കാലമായിട്ട് എനിക്ക് ഇവിടെ തയ്ച്ച് കിട്ടിയിട്ടേ, അത് കാരണം. അപ്പോൾ പിന്നെ അന്ന് തന്നെ ഒരു സെറ്റ് സാരിക്കൊക്കെ ഇടാൻ പറ്റിയൊരു ബ്ലൗസും കൂടി അവിടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വർക്കുകൾ, ബ്രൈഡൽസിൻ്റെ വർക്കുകൾ, ലെഹങ്ക, ലാച്ച, പിന്നെ ലേഡീസിനും കുട്ടികളുടെയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഗൗണുകൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും പിന്നെ ഷോപ്പിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ തരാം കേട്ടോ. എന്നിട്ട് അവിടെ എന്നിട്ട് ഇത് തയ്ച്ച് കിട്ടിയ സമയത്താണ് ഞാൻ ബ്ലൗസും തയ്ക്കാൻ കൊടുത്തത്. അപ്പോൾ എന്നിട്ട് ഈ ബ്ലൗസ് തയ്ച്ച് എനിക്ക് ഈ വർക്കൊക്കെ കഴിഞ്ഞ് കിട്ടിയത് നമ്മുടെ സഞ്ജുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ 2-3 ദിവസം മുൻപ് കിട്ടി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്നാൽ പിന്നെ ഇതിന് മാച്ചായിട്ടൊരു സാരി കിട്ടും വെച്ചെങ്കിൽ അത് എടുത്താലോ വെച്ചിട്ട് നമ്മുടെ പാലസ് റോഡിൽ കല്യാൺ ചുങ്കത്ത് ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവരെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ കല്യാണിലേക്ക് കയറി. അപ്പോൾ ഇതിന് മാച്ചായിട്ടൊരു ടിഷ്യൂവിൻ്റെ സാരി ആകുമ്പോൾ ഭംഗി ഉണ്ടാവും ചെയ്തിട്ട് അങ്ങനെ കറക്റ്റ് ടിഷ്യൂവിൻ്റെ സാരി അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് പിന്നെ സാരി കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനിത് സാരി എടുക്കാനായിട്ട് കടയിൽ കയറിയപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് ഇല്ലേ, ചേച്ചിമാർ, അവരൊക്കെ വന്നു ഇത് നോക്കി, ഇത് എവിടെയാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് അവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായി ഈ വർക്ക്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ ബ്ലൗസ് ആയാലും ഇപ്പോൾ അവിടെ മറ്റേ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഇന്ന് വീഡിയോയിൽ ഇത് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ എന്തൊക്കെയാണ് പറയണ്ടേ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, പെട്ടെന്ന് കിട്ടുക, അതവിടെ ഇല്ല. രാവിലെ കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കിട്ടും. കാരണം 1 മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയായാലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടില്ല എന്നാണ് അവൾ പറയണത്, സിനി പറഞ്ഞത്. അപ്പോൾ രാവിലെ കൊടുത്താൽ വൈകുന്നേരം കിട്ടില്ല, വൈകുന്നേരം കൊടുത്താൽ പിറ്റേ ദിവസം കിട്ടും. അങ്ങനെ എമർജൻസി സ്റ്റിച്ചിങ്. അപ്പം അങ്ങനെ നല്ല വർക്കുകളും ഒക്കെ അവിടെ ചെയ്ത് കിട്ടും കേട്ടോ. ചുരിദാറായാലും ബ്ലൗസായാലും അതുപോലത്തെ വർക്കുകളായാലും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ വിളിച്ചാൽ മതി. ചേട്ടാ അച്ചാർ ടേസ്റ്റ് ചെയ്യണ്ടേ? പിന്നെ അത് കഴിഞ്ഞിട്ട് മതിയാ? ഇത് കഴിഞ്ഞ കുറേ സമയം പിടിക്കും. അത് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി വരാം. എനിക്ക് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല. കണ്ടാ നോക്ക്, നമ്മളെ പുല്ലിലടിച്ചു വര സാധനല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വലിച്ചാ ചിലപ്പോ കിട്ടും. കുളത്തി പിടിക്കുക അല്ല, ഇരുമ്പിന്റെ സാധനം കൊണ്ടല്ല പറഞ്ഞ, പ്ലാസ്റ്റിക്കിന്റെ. എന്തൊരു വെയില വായുവൊക്കെ കഴിക്കുക. അതിന് ഞാൻ മലയാളത്തിൽ ഇതൊക്കെ കാലത്ത് എണീറ്റ് അപ്പനെ ചെയ്യേണ്ട കാര്യമാണെന്ന്. വെയിൽ ഉദിച്ചു കഴിഞ്ഞിട്ടല്ല ഇതൊക്കെ ഇങ്ങനത്തെ പണികൾ ചെയ്യാം. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞ ദൈവമേ, സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇതേ 2-3 ദിവസം മുന്നേ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറിട്ടതാ, കൈപ്പക്കായ കൊണ്ടുള്ള അച്ചാർ. അച്ചാറിന്ന് നമ്മൾ ആദ്യമായിട്ടായിരിക്കും, നമ്മളെപ്പോഴും ഒരു റെസിപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ടേസ്റ്റ് ചെയ്യണത് കാണിക്കുക. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്യണത് കാണിച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതൊരു അന്ന് തൊട്ട് തന്നെ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ടാ. അപ്പം അമ്മ പ്രത്യേകം പറഞ്ഞു, ചെമ്മീൻ അച്ചാർ തീർത്ത പോലെ തീർക്കരിക്കുമെന്ന്. രഘു കഴിച്ചു നോക്കിയേ. രഘുവാണ് കൈപ്പക്കായ ഒരാൾ. ഇന്ന് രാവിലെ കൂടി ഇത് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. എൻ്റെ വായ നിറയെ കയ്പാ. അതെ, സമയത്ത് പറ്റിയ സാധനമാണ് കൈപ്പക്കായ. വായിൽ വെള്ളം വരും കേട്ടോ അത് കാണുന്നവരുടെ. അച്ചാർ കണ്ട, അതിങ്ങനെ തന്നെ തിന്നാം. അയ്യോ എൻ്റെ കൈമേ കൂടെ പോയി. അങ്ങനെ കയ്പൊന്നുമില്ലേ? കയ്പുണ്ടെങ്കിൽ ആ കയ്പിനൊരു സുഖം ഉണ്ടല്ലേ സാർ. ഫിലോസാന സൂപ്പർ ടേസ്റ്റാണ് അച്ചാർ. അയ്യോ ഞാൻ കഴിക്കില്ല കഴിപ്പിക്ക. ഇതച്ചാറാ. ഞാനത് നമ്പാടില്ലേ ജഗു, ഇതാണ് അമ്മ. ഇതാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകത കേട്ടോ. അതൊക്കെയാ ജഗു 3ാമത്തെ തൊട്ടാ 4ാമത്തെ തൊട്ടാ. ഞാൻ വാങ്ങിച്ച് കഴിക്കും, പക്ഷെ ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ അപ്പം ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണാട്ടെ. പാവയ്ക്ക കൊണ്ട് ഒരു അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകത ഒന്നുമില്ല, സാധാരണ അച്ചാർ പോലെ തന്നെ. പക്ഷെ എന്നാലും നമ്മൾ അധികം കാണില്ലല്ലോ പാവയ്ക്ക അച്ചാറിനെ കുറിച്ചിട്ട് അധികം കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ. അപ്പം അതുകൊണ്ടാണ് അമ്മേൻ്റെ അടുത്തത്. അമ്മ എനിക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോ എന്നിട്ട് പറഞ്ഞു തന്നു. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു, അമ്മ വന്നിട്ട് ചെയ്തോ നല്ലത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അമ്മ വന്നേക്കാണ് കേട്ടോ. അമ്മയും വന്നിട്ടുണ്ട്, പ്രയാഗയും വന്നിട്ടുണ്ട്. പ്രയാഗയുടെ സ്കൂൾ പൂട്ടി അല്ലേ? എത്രയ്ക്ക് മാർക്ക്? പരീക്ഷയ്ക്ക് എളുപ്പമുണ്ടായിരുന്നാ? ഇത് അരി മലയാളം ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നീയല്ലേ ഇപ്പൊ എന്നെ പറഞ്ഞ മലയാളമായിരുന്നു ബുദ്ധിമുട്ട് എന്ന്. അപ്പൊ പറയണു EVS ആണ് ബുദ്ധിമുട്ട്.
ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷ് എങ്ങനെയുണ്ടായിരുന്നു? അറിയില്ല. അത്രേ ഉള്ളോ? അത് മുഴുവൻ എഴുതിയാ? പറഞ്ഞു തന്ന അവൻ? അപ്പൊ അവൻ പറഞ്ഞു തന്ന കാരനാണ് ഹിന്ദി എളുപ്പമായത് അല്ലേ? അല്ലെങ്കിൽ ഹിന്ദിയും ബുദ്ധിമുട്ടായേനെ. ഇല്ലേ, ഹിന്ദിയൊക്കെ 10 വാക്കാണ്ടുള്ളൂ. അല്ല, ഡേവിഡ് പറഞ്ഞു കൊടുത്തു അവൾക്ക്. ആ, ഇങ്ങോട്ട് വാ, ഇവിടേക്ക് വന്നിട്ട് പറയ്. ഇല്ലേ, അതെ, അവനോട് കോയാന്ന്. നമ്മള് പണ്ട് ഇങ്ങനെ പങ്കുവെട്ടാന്ന് പറയും. ഇപ്പോഴത്തെ പിള്ളേര് പറയണ വാക്കോട് കോന്ന് പറയും, കോയാന്ന് പറയും. ഇങ്ങനെ കാണിക്കുക പങ്കുവെട്ടണത്. പണ്ട് ചെറുപ്പത്തിൽ 1 കിലോ കയ്പക്കായാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ അതിങ്ങനെ നടുമുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ കളയാണ്. എന്നിട്ട് ഇതിനെ അരിയണം. കനം കുറച്ച് അരിയ. ഇത് ചെറുതാക്കി അരിയ. ഇത്ര മതിയല്ലേ അമ്മ? പുളി ഉണ്ടായി തുടങ്ങിയില്ലേ? ഇത്ര വലിയ പുളിമരമായിട്ട്. അപ്പം അങ്ങനെ അരിഞ്ഞതേ കഴിഞ്ഞു. ഇനി നമുക്ക് തന്നു. ഇതിലാദ്യം ഉപ്പിട്ട് തിരുമ്പിയിട്ട് വേണം നമുക്ക് എണ്ണയിൽ വഴറ്റാനായിട്ട്. അത് ഇത്തിരി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടു കേട്ടാ. എന്നിട്ട് ഇനി നമുക്കിത് എന്തോരം ഇടണം? ഉപ്പ് കുറച്ചിട്ടോ, മതിയില്ലേ? ചൂണ്ടിട്ടോ. എന്തായാലും ഉപ്പ് വേണ്ടി വരും, അച്ചാറാണല്ലോ. മതി. നല്ലോണം തിരുമ്പിക്കോ. നല്ലത് പൊട്ടൊന്നുമില്ല. പൊട്ടിയാലും കുഴപ്പമില്ല. എന്തായാലും ഇതിങ്ങനെ കാണില്ല, ആകെ കുഴഞ്ഞ പോലെയോ. അച്ചാർ കുഴഞ്ഞിട്ടായിരിക്കുക. ഇതിങ്ങനെ ഇതുപോലെ അങ്ങനെ ഒന്നും തൊടാത്ത പോലെ ഒന്നും കിടക്കില്ലേ? അങ്ങനെ കിടക്കണം എന്ന് വെച്ചാൽ ഇതൊക്കെ അരിഞ്ഞിടണം. പക്ഷെ അപ്പൊ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കുഴമ്പ് പരുവത്തിൽ ഇരുന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഇരിക്കനെ മാറ്റാട്ടാ. കാരണം നമ്മള് ഈ വലിയ പാത്രത്തിലാണ് ഇത് വഴറ്റാൻ പോണതേ. അത് കാരണം കൊണ്ട് ഇതിരിക്കനെ മാറ്റി. ഇനി നമ്മളിത് വഴറ്റാൻ പോവാണ്. എണ്ണയിലാണ് കേട്ടാ വഴറ്റണത്. എണ്ണ ഒഴിക്കാണ് കേട്ടാ. എന്തോരം ഒഴിക്കണം നോക്കട്ടാ. കുറച്ചുകൂടി വെച്ചോ. ഇതിൽ ആ എണ്ണയിൽ നമുക്ക് ഇതൊക്കെ വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടാ. അപ്പൊ ഇതിലിടാല്ലേ? ഒക്കെ ഇടണ്ട. ഒക്കെ ഇട്ടാ ശരിയായിട്ട് കിട്ടില്ല. കുറച്ചിട്. മേലേക്ക് തെറിക്കണ്ട്. മതിയാ? ഒക്കെ ആകുമ്പോ അങ്ങനെ കുഴഞ്ഞ് കിട്ടുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ വേഗം വാടി കിട്ടും. ഇത്തിരി കൂട്ടിക്ക്. ഇത് കോരി വെക്കാനേ ഒരു പാത്രം. ഇത് ഇനി ഇത് എടുക്കാറായില്ല. ഒരു വിധം വേവായി. ഇനി നമ്മൾ വേവിക്കില്ലല്ലോ വേറെ. ജഗുവിന് പരീക്ഷയുണ്ട്. അപ്പോൾ സരിത അവിടെ നിന്ന് യാത്രയാക്കാൻ പോയിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഇടാൻ. ഇതിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട്, എന്തായാലും അച്ചാറിലേക്ക് എണ്ണ വേണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അത് മുഴുവനും ഇടാം. അപ്പോൾ ഒരു ട്രിപ്പ് കൊണ്ട് അത് കഴിയും. ഒഴിക്കട്ടെ എന്നാ. വെള്ളം വന്നിട്ട് വെള്ളം ഇതിലേ ആയിട്ടുണ്ട്. ഉപ്പിൻ്റെ വെള്ളം. ഉപ്പിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതിന് വെള്ളം ഉപ്പിൻ്റെയും കയ്പക്കയുടെയും ഊറ്റിയിരുന്നുണ്ടോ കയ്പക്ക. ഇനി അത് വേവട്ടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടതും ആയി. അത് എടുക്കാൻ പോവാട്ടാ. നല്ലോണം മൊരിയണ്ട, ഇങ്ങനെ ആയാൽ മതി അല്ലേ? മുരിഞ്ഞ പിന്നെ ഇതിൽ മസാലയൊക്കെ പിടിക്കാൻ ചിലപ്പോൾ പാടാവുന്നു. ഇനി അതിലേക്ക് കുറച്ച് കായം ഉലുവയും വറുക്കാൻ പോവാട്ടോ. ശരിക്കും വറുത്ത് കോരനായിരുന്നു അല്ലേ? എന്നപ്പോൾ പൊടിച്ചു വയ്ക്കായിരുന്നു. അത് എണ്ണ കുറേ ഉണ്ടായിരുന്നല്ലോ. അത് കാരണമാണ് ഉലുവേ ഇത്രയധികം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കോരിയെടുക്കാൻ പാടാവും. അത് കാരണം എണ്ണയ്ക്ക് നല്ല ചൂടുള്ള കാരണേ തീ കെടുത്തിയിട്ടേക്കാട്ടപ്പോൾ. പക്ഷെ എന്നാലും പാത്രവും നല്ല ചൂടുണ്ട്, എണ്ണയും നല്ല ചൂടുള്ള കാരണം കൊണ്ട് ഇത് ഇത്രയ്ക്ക് ഇതെന്തോരം ഉണ്ടാവും? 1 ടീസ്പൂണോ? ഒരു സ്പൂൺ. കാരണം അത് ഇത്രയല്ലേ ഉള്ളൂ.
ഈ ചൂടുകൊണ്ട് ഇതാവുമെന്ന് നോക്കാം, അല്ലെ തീ കത്തിക്കാം. ഇത് പെട്ടെന്നൊക്കെ ഇരിക്കുന്നത് നമുക്ക് പിന്നെ കോരിയെടുക്കാൻ ഭയങ്കര പാടാണ്. പാടല്ലേ? തീ കത്തിക്കണം. തീ കത്തിച്ചു കൂട്ടാ. ജഗ്ഗുവിനെ ചേട്ടൻ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കാൻ പോയത് കാരണം കൊണ്ട് ഞാനാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. മീൻ ഓടിക്കുമ്പോൾ കുറച്ച് പോവും. കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉലുവ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഉലുവയായിട്ടുണ്ട് കേട്ടോ. ഉലുവ എണ്ണ എടുക്കാൻ പോവാണ്. ഉലുവയും കായവും വറുത്ത് പോരുമ്പോൾ തന്നെ അച്ചാറിൻ്റെ മണം വന്നു തുടങ്ങി. ഉലുവ വറുത്ത് പോരി വെച്ചു കൂട്ടാ. ഇനി കായ ഒന്നും കൂടി ആവാനുണ്ട്. ഈ കായം കണ്ട എന്തോരം നാളായി തന്നെ, പക്ഷെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. ഉണങ്ങണില്ല അല്ലേ? ഉണങ്ങണില്ല. മറ്റേ കായം നമ്മൾ വാങ്ങിക്കണത് ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ തൊട്ടെടുക്കുമ്പോഴേക്കും അത് കല്ല് പോലെയുണ്ട്. പിന്നെ വെട്ടിയെടുക്കണം. എൽജീരകായത് കുറച്ച് നാൾ കിട്ടും. ആ എൽജീരി എന്ന് പറഞ്ഞ ഞാൻ ഇനി ഇതേ കായം കൂടി എടുക്കാണ് കേട്ടാ. കെടുത്തി തീ കെടുത്താട്ടാ. കായ ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയാൽ പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. പച്ചമുളക്. ഇഞ്ചി വേണം? വേണ്ട, അത് വലിയ പാത്രം നിറച്ചല്ലായിരുന്നു. അപ്പം അമ്മ കുറേ ഇഞ്ചി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം നമ്മൾ ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ അടിച്ച് മുന്നേ വെക്കുകയാണെങ്കിൽ മുന്നേ വെക്കരുത്. കാരണം നമ്മൾ ഇത് അരിഞ്ഞത് ഇരിക്കുന്നത് കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് ചേരിട്ട് അതിലേക്ക് കുറേ എടുക്കും. ഇത് വാട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്പോൾ നമുക്ക് ഒരു കണക്ക് കിട്ടും. ഇത്രയാണ് സാധനം ഉള്ളത്. അപ്പോൾ ഇതിലേക്കുള്ളത് മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും. ഇത് എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ എത്ര എടുത്തിട്ടുള്ളൂ. കാരണം എന്തായാലും നമ്മളിനി മുളക് പൊടി നന്നായിട്ട് ഇടുമല്ലോ. ഇത് നന്നായിട്ട് പേസ്റ്റ് അടിച്ചിട്ട് കൊണ്ടുവരാം. ഇത് കഴുകിയിട്ട് ഞാൻ പേസ്റ്റ് അടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അതും കൊണ്ടുപോക്കോ പൊടിക്കാൻ. ഇത് പൊടിക്കും വേണം. ഇത് പൊടിച്ചും കൊണ്ടുവരണം ഉലുവയും കായും. അപ്പോൾ നമ്മൾ പേസ്റ്റ് അടിച്ച് കൊണ്ടുവന്നു. തീ കത്തിക്കുകയാണ് കേട്ടോ. ഇതേ കണ്ട ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട്. ആ പച്ചമുളക് എന്ന് പറയണത് ആ വെള്ളമുളക് തന്നെയായ കാരണം ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ദേ ഇത് പൊടിച്ചു. ഇനി എണ്ണയിൽ കുറച്ചും കൂടി ഒഴിക്കും. അല്ല ഈ കരടുകൾ എടുത്ത് കളയണം. കരിഞ്ഞത് കുഴപ്പമില്ല. അതിന് ഈ പേസ്റ്റ് ഇടുമ്പോഴേ കരിയില്ല. നമുക്ക് എന്തോരം വേണം? ഇത്രയ്ക്ക് നല്ലെണ്ണ വീണ്ടും ഒഴിച്ചു കേട്ടോ. അതായത് 1 ലിറ്ററിന്റെ എണ്ണ കുപ്പിയാണ് ഇട്ടത്. നമ്മളിത് 1 കിലോയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു 100 ഗ്രാം 150 ml ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഈ പേപ്പർ ഉണ്ട്. അതിന് ഇത് വറക്കാൻ വേണ്ടി വന്നില്ലേ, അതുകൊണ്ടാണ് അധികമായത്. ഇനി ഈ അച്ചാറിട്ട് നമ്മൾ കുപ്പിയിലാക്കിയിട്ടേ ആ കുപ്പിയുടെ മേലേക്ക് ഇങ്ങനെ എണ്ണ നിൽക്കണം. അപ്പം അത് കേടാവാണ്ടിരിക്കും. അല്ലെങ്കിൽ ആ മേലെ നിൽക്കണ പൊന്തി നിൽക്കണ ഭാഗത്തൊക്കെ പൂപ്പൽ വരും. നമ്മളിതിലിങ്ങനെ മറ്റേ പ്രിസർവേറ്റീവ്സ് ചേർക്കില്ലല്ലോ. ഈ പേസ്റ്റ് ആക്കിയത് എണ്ണ ചൂടാവണല്ലോ കേട്ടാ. അപ്പോഴത്തേക്കും നമ്മളതിൽ ഇടുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പല ഇടാം കേട്ടോ. എന്നാലും ഇതിൻ്റെ വെള്ളം വറ്റി വേപ്പല് കേടാവാണ്ട് അച്ചാർ കേടാവാണ്ടിരിക്കില്ല. ഒരു 3 തണ്ട് വേപ്പലിട്ടു. ഇതിവിടെ മൂത്തോണ്ടിരിക്കുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി വേണം ഇതിലേക്ക്. ഒരു തൈറ്റി മഞ്ഞൾപ്പൊടി മതി, കളറ് മാറാൻ വേണ്ടി മാത്രം. പിന്നെ മുളക് പൊടി ഇതൊരു കണക്കല്ലാത്ത ടീസ്പൂൺ കേട്ടോ. ഇത് ഇങ്ങനെ ഇതിൻ്റെ നല്ല എരിവുണ്ട്. നമ്മൾ പൊടിപ്പിച്ച മുളക് പൊടി ഭയങ്കര എരിവാ. അമ്മ പറഞ്ഞില്ലേ മറ്റേ മുളക് പൊടി കളറ് നോക്കിയിട്ട് ഇടുമ്പോൾ എരിവ് കൂടണമെന്ന്. അതുപോലെ ഞാനും അതെ കൂട്ടാൻ കളറ് തോന്നാണ്ടാകുമ്പോൾ ഇടും. പിന്നെ എന്നും കൂടുതൽ അവിടുത്തെ മുളക് ഈ മുളക് അങ്ങനെയാ. അപ്പോൾ ഒരു കണക്ക് ശരിയാവുള്ളേ. ആദ്യം അയ്യോ ഇത് എരിവ് കൂടുതലല്ലേ വെച്ചിട്ട് ഇത്തിരി ഇടും കേട്ടാ. പിന്നെ കൂട്ടാൻ്റെ കളറ് കാണുമ്പോൾ ഡൗട്ടാവും. ഇതേ മൂത്തൂട്ടാ കണ്ട കളറ് കരിയോ? ഇല്ല, തീ കെടുത്തല്ലേ? തീ കെടുത്താ നല്ലത്. ചട്ടിക്ക് നല്ല ചൂടുള്ളത്. കനുള്ള ചട്ടി ആയതുകൊണ്ടേ തീ കെടുത്തിട്ടാ. കെടുത്തിയ അപ്പം തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് കൊടുത്തു. മുളക് പൊടി കുറച്ചുള്ളൂ, നല്ല എരിവുള്ള കാരണം. ഇതിലേക്ക് ഉപ്പ് ഇടണം കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ടാണ് കേട്ടോ അത് വഴറ്റിയിട്ടുള്ളത്. എന്നാലും അച്ചാറായതുകൊണ്ട് ഉപ്പ് വേണ്ടി വരുമല്ലോ. ഇടണോ കുറച്ചും കൂടി? അതിലേക്ക് 5 ചൊറുക്ക് ഒഴിക്കും. മതിയാവും. നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. മെയിൻ സാധനം ഉപ്പും മുളക് പൊടിയും. മൂത്ത മണം വന്നില്ലേ? ഇനി കായപ്പൊടിയും കായം ഉലുവയും പൊടിച്ചത്
നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇടാം. അതിന്റെ മണം നോക്കിയിട്ട് ഇട്ടാൽ മതിയില്ല ബാക്കിയുള്ളത്. പിന്നെ മൂപ്പിച്ച കാരണം കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കണ കൈപ്പക്കായ പാവയ്ക്ക ഇട്ടു. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്തരി മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു കളറിനൊരു. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ തുടക്കം കടുക് പൊട്ടിക്കാം കേട്ടാ. അതെ, കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴക്കിയാലും മതി. വേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇട്ടാൽ മതി. വേപ്പിൻ്റെ ഇല ചിലവർ പറയും ഇട്ട് കഴിഞ്ഞാൽ വേഗം കേടാവും. പക്ഷെ ഇങ്ങനെ മുരിഞ്ഞാൽ പിന്നെ അതിനൊരു കേടും വരില്ല. ഇതിപ്പോൾ അതിൽ വെള്ളമില്ലല്ലോ, നമ്മൾ അതിൻ്റെ ഒപ്പിട്ട കാരണം നല്ല മണം. ഞാൻ ചൊറുക്കും കൂടി ഒരു ലേശം ചെന്നാലേ വേറൊരു മണം വരും. ഇതിൽ നല്ല മണം വരും. ഇല്ല, നാളത്തേക്ക് അറിയാം. ഇതിൽ വേഗം പിടിക്കും. അതന്നെ. ഒന്നാമത്തേൽ ഇതിൽ ഉപ്പ് നമ്മൾ ഇട്ടിട്ട് വഴറ്റിയത് കൊണ്ടേ ഉപ്പ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. അതന്നെ, ഉപ്പില്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് തീരെ ടേസ്റ്റ് അറിയാണ്ട് വരിക. അപ്പോൾ കുഴപ്പമില്ല. ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൂട്ടാ. അത് ചൂടാറിയതിന് ശേഷം വേണം ഈ വിനാഗിരി ഒഴിക്കാനേ. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വിനാഗിരി അത്യാവശ്യം വേണം, കാരണം പുളി വേണമല്ലോ. അമ്മ അങ്ങനെ ഒരു കണക്ക് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ടീസ്പൂൺ കണക്കൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ മറക്കി കുറച്ച് കഴിഞ്ഞ് അല്ല ഇത് കുപ്പിയിലേക്ക് ആക്കുമ്പോൾ മുകളിൽ എണ്ണ തെളിയില്ല. എണ്ണ വരും, അതിനുള്ള എണ്ണ ഉണ്ടാവും. കായ ഉലുവി പൊടിച്ചത് മുഴുവൻ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ. കാരണം ഇപ്പം ഉണ്ട് മണം ഉണ്ടേയും. ചിലപ്പോൾ അത് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ വല്ല കയ്പ്പ് വരണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. ഇളക്കം തോറും കുറഞ്ഞു കുറഞ്ഞു വരാ തന്നെ. പാവാ ഇതിന്റെ ടേസ്റ്റ് നോക്കണം. അവള് നോക്കില്ല ഇല്ലേ? അതന്നെ. സ്കൂളിൽ പോയതൊന്നും അറിഞ്ഞില്ലേ നീ? പരീക്ഷയ്ക്ക് പോയത് അറിഞ്ഞില്ലേ? കണ്ടില്ലേ പുളിയായ്യ? പുളിയുണ്ട്. ഇപ്പൊ ഉപ്പ് എങ്ങനെ? അല്ല ഞാൻ അത് വെച്ചു നോക്കി നോക്കിയാ അമ്മ നോക്കിയേ. ഇത്ര വേണ്ട അമ്മേ. ഉപ്പില്ല. ആ ഉപ്പില്ല. പുളിയാ മുന്നേക്ക് നിൽക്കണേ. ഇല്ല പാകായ ചേട്ടൻ വന്ന് ഒന്ന് നോക്കി. പുളി അതന്നെ. വേണ്ട വേണ്ട, ഉപ്പിടണ്ട. ഇനി ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് നോക്ക്. ഇപ്പൊ തന്നെ ഇന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കില്ല നാളെ വരുമ്പോ. നാളത്തെ ഈ ടേസ്റ്റ് ശരിക്ക് വരും. ഇപ്പൊ തന്നെ ഇതിന് കുഴപ്പമില്ല. നല്ല രസമുണ്ട്. ഇപ്പൊ തന്നെ മതി. എനിക്ക് ഉപ്പ് അധികം വേണ്ട. പാകണം. പുളിയൊക്കെ പാകം. പുളിയൊന്നും വേണ്ട. കായും വേണ്ട, മറ്റേ ഉലിയും വേണ്ട. കയ്പ് അല്ലെ കയ്പക്കായ്ക്ക് ഒരു കയ്പുണ്ടല്ലോ. ഇതിപ്പോൾ നമുക്ക് ചോറ് കൂട്ടി തന്നെ അടിപൊളി സാധനമായിരിക്കില്ല. മിക്കവാറും ജഗ്ഗു 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് കൈപ്പക്കായ ആയതുകൊണ്ട്. അല്ല പിന്നെ ഇത് ചോറിലേക്ക് ചേരും. നാളെ നമുക്കിത് എടുത്തിട്ട് ജഗ്ഗുവിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. നല്ല ടേസ്റ്റുള്ള അച്ചാറത്. കൈപ്പക്കായയുടെ ചോറ് കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്തിരി അച്ചാർ മാത്രം മതി, കൂട്ടി തിന്നാൻ പറ്റും. വീട്ടിൽ കൂട്ടാൻ വെച്ചില്ലേ ഈ അച്ചാർ മതി എന്ന് പറയാ. ഭയങ്കര ടേസ്റ്റുള്ള അച്ചാർ. അപ്പൊ നാളെ നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് അമ്മ പറയണ കേട്ടാ, അന്ന് ചെമ്മീനച്ചാറ് അത് പിടിക്കാൻ നിന്നില്ലല്ലോ, നമ്മള് തിന്ന് കഴിച്ചു. അതുപോലെ സമയം കൊടുത്തില്ല. ഇത് വേഗം കഴിയും. ഇനി ഇത് നമുക്ക് നാളെ ടേസ്റ്റ് ചെയ്യാം. ശരിക്കുള്ള ടേസ്റ്റ് ചെയ്യണ ക്ലിപ്പ് നാളെ എടുക്കാട്ടാ. അപ്പൊ നമുക്ക് ശരിക്ക് യഥാർത്ഥ ഇത് കിട്ടും. ഇപ്പോഴന്നെ അടിപൊളി സാധനം. അപ്പൊ നീ മാങ്ങുന്ന ആരെയൊക്കെ 2 ദിവസം പിടിക്കും അല്ലാവാം. പക്ഷെ ഇത് അല്ല, അതിന്റെ തന്നെ കനം കൂടുതലുണ്ടല്ലോ. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ അതിന്റെ തന്മാത്രകള് ഭയങ്കര ടൈറ്റ് ആണ്. ഇതിന്റെ തന്മാത്രകള് ഇത്തിരി ലൂസാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊക്കെ എല്ലാം കയറി ഇറങ്ങി പോവില്ലോ.